പ്രിയമുള്ളവരെ, വചനജ്വാല 1644 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മളിന്ന് 50 നോമ്പിന്റെ 15-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറേമിയായുടെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, നീ രൂദ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക, ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂദ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിന്റെ വാക്കു കേൾക്കുവിൻ എന്ന് പറയുക. കർത്താവ് അരുളി ചെയ്യുന്നു, നീതിയും ന്യായവും നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്. ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയും അരുത്. ഈ വാക്ക് അന്യോന്യം അനുസരിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചു കൊണ്ടിരിക്കും. എൻ്റെ വാക്കനുസരിച്ചില്ലെങ്കിൽ ഞാനാണ് ഈ കൊട്ടാരം നാശക്കൂമ്പാരമായി തീരും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. യൂദാ രാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, നീ എനിക്ക് ഗിലെയാദ് പോലെയും ലെബനോൻ കൊടുമുടി പോലെയുമാണ്. എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും, ഒരു വിജന നഗരം. നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു. നിന്റെ അതിവിശിഷ്ട ദേവദാരുക്കൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും. ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനങ്ങൾ കടന്നു പോകും. ഓരോരുത്തരും അയൽക്കാരനോട് ചോദിക്കും, ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പ അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് അവർ ഉത്തരം പറയും. മരിച്ചവനെ ഓർത്ത് വിലപിക്കേണ്ട, എന്നാൽ നാട് വിട്ടു പോകുന്നവനെ ഓർത്ത് ഉള്ളുരുകി കരയുവിൻ. ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല. ജോസിയായുടെ മകനും യൂദാ രാജാവുമായ ഷല്ലും തന്റെ പിതാവായ ജോസിയായ്ക്ക് പകരം നാടുവാണു. ഈ സ്ഥലത്ത് നിന്ന് പോകുകയും ചെയ്തു. അവനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഇനിയൊരിക്കലും മടങ്ങി വരികയില്ല. അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും. ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല. അനീതിയുടെ നാളുകളിൽ അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്തിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ. വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു. അവൻ അതിന് ജാലകങ്ങൾ പിടിക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായില്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു. ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ? അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു. അതുകൊണ്ട് അവന് എല്ലാം ശുഭമായിരുന്നു. അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു. അന്നെല്ലാം നന്നായിരുന്നു. എന്നെ അറിയുകയെന്നാൽ ഇത് തന്നെയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരികയില്ല. ഈ കോണിയ ആർക്കു വേണ്ടാതെ പുറന്തള്ളപ്പെട്ട പൊട്ടക്കലമാണോ? അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവനും മക്കളും എന്തിന് ചുഴറ്റിയെറിയപ്പെടുന്നു? ഓ ദേശമേ ദേശമേ,
ദൈന്യദേശമേ കർത്താവിൻ്റെ വാക്കു കേൾക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതിത്തള്ളുക. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂദയായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളാർക്കും ഭാഗ്യമുണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ബൊഹേമിയയിലെ വിശുദ്ധ ആഗ്നസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ബൊഹേമിയയിലെ ഓട്ടോക്കാർ ഒന്നാമൻ രാജാവിന്റെ മകളായിരുന്നു ആഗ്നസ്. ആഗ്നസിന് 9 വയസ്സായപ്പോൾ ഫെഡറിക് തൃതീയൻ ചക്രവർത്തിയുടെ മകനായ ഹെൻറിയുമായി വിവാഹ നിശ്ചയം ചെയ്തു. എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു. അതുകൊണ്ട് ജോസിയായുടെ മകനും യൂദാ രാജാവുമായ യഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഹാ എന്റെ സഹോദര, ഹാ എന്റെ സഹോദരി എന്ന് നീ പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല. ഹാ എന്റെ യജമാനനെ, ഹാ എന്റെ പ്രഭോ എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിലപിക്കുകയുമില്ല. കഴുതയെപ്പോലെയായിരിക്കും അവനെ സംസ്കരിക്കുക. അവൻ ജെറൂസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ലെബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക, ബാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ. പാറിമിൽ നിന്നുച്ചത്തിൽ കരയുക, നിന്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു. നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു. ചെറുപ്പം മുതലേ നീ എൻ്റെ വാക്ക് കേട്ടില്ല. നിന്റെ ഇടയന്മാരെ കാറ്റ് പറപ്പിക്കും, നിന്റെ ഉറ്റവരെ ഉടമകളാക്കി അടിമകളാക്കി കൊണ്ടുപോകും. അപ്പോൾ നീ നിന്റെ ദുഷ്ടതയെക്കുറിച്ചു ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും. ദേവദാരുക്കളുടെ ഇടയിൽ കൂടുകെട്ടി ലെബനോനിൽ വസിക്കുന്നവളെ ഉറ്റുനോവ് കൊണ്ടെന്ന പോലെ പൊളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞെരങ്ങുക? കർത്താവ് അരുളി ചെയ്യുന്നു, യഹോയാക്കീമിന്റെ മകനും യൂദാ രാജാവുമായ കോണിയ എൻ്റെ വലത് കൈയിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ എറിയുമെന്ന് കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു. നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെയും കൽദായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കും. നിന്റെ ജന്മദേശമല്ലാത്ത നാട്ടിൽ വെച്ച് നീ മരിക്കും. ഓസ്ട്രിയൻ ഡ്യൂക്കിന്റെ മകളെ വിവാഹം ചെയ്തു. ആഗ്നസിനെ അതീവ ആനന്ദമുണ്ടായി. എന്തെന്നാൽ അവൾ സ്വയം ദൈവത്തിനെ സമർപ്പിച്ചിരുന്നു. നിത്യകന്യകാത്വം പാലിച്ച് താപസ ജീവിതം നയിക്കുക എന്നതായിരുന്നു അവളുടെ ഹിതം. ഫെഡറിക് ചക്രവർത്തി തന്നെ അവളെ വിവാഹം കഴിക്കുന്നതിനെ ആഗ്രഹിച്ചുവെങ്കിലും ഗ്രിഗറി 9 മാർപ്പാപ്പയുടെ സഹായത്താൽ അവൾക്ക് സന്യാസ ജീവിതത്തിലേക്ക് സ്വയം സമർപ്പിക്കാൻ കഴിഞ്ഞു. ആഗ്നസ് 1236 പ്രേഗിൽ ഫയേഴ്സ് മൈനർ സമൂഹത്തിനായി ഒരു മഠം സ്ഥാപിച്ചു. വിശുദ്ധ ക്ലാര 5 സന്യാസിനികളെ അവിടെ നിയമിച്ചു. ആഗ്നസ മഠത്തിൽ പ്രവേശിച്ച് വ്രതവാഗ്ദാനം നടത്തി. താമസമിന അവിടെ മതശ്രേഷ്ഠയായി. സാൻ ദാമിയാനിൽ നിന്നും വിശുദ്ധ ക്ലാര 5 സന്യാസിനികളെ ആഗ്നസിന്റെ സമൂഹത്തിലേക്ക് നിയമിച്ചു. ആഗ്നസിന്റെ ദൈവവിളിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും മഠാധിപ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് മാതൃസഹജമായ വാത്സല്യത്തോടെ വിശുദ്ധ ക്ലാര എഴുതിയ 4 കത്തുകൾ പ്രസിദ്ധമാണ്. ഈ വിശുദ്ധർ പരസ്പരം അയച്ച കത്തുകൾ ക്രിസ്തുവിന്റെ ആഴമേറിയ സ്നേഹാനുഭവത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. മതാധിപതി അയച്ച ഒരു മുതിർന്ന സന്യാസിനി എന്ന നിലയിൽ മാത്രമാണ് അവൾ അധികാരം ഉപയോഗിച്ചത്. തന്നോട് ഇടപഴകിയവർക്കും അവൾ യഥാർത്ഥ ജീവന്റെ അനുഭവം നൽകി. അവളുടെ വിനയവും ദരിദ്രരോടുള്ള കരുതലും
ദരിദ്ര ജീവിതത്തിനുള്ള സമർപ്പണവും പ്രശസ്തമായിരുന്നു. ചെക്ക് പ്രദേശങ്ങളിൽ സമാധാനം പുലരുന്നതിനായി അവൾ അതിയായി യത്നിച്ചു. ദരിദ്രർക്കായി ആശുപത്രികൾ സ്ഥാപിച്ചു. ദരിദ്രരെയും കുഷ്ഠരോഗികളെയും അവൾ ശുശ്രൂഷിച്ചു. അവളുടെ ജീവിതം ദൈവിക പുണ്യങ്ങളുടെ ഉത്തമ ദർശനമായിരുന്നു. 1252 മാർച്ച് 12 ആഗ്നസ് സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1982 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയാണ് ആഗ്നസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ആഗ്നസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.